ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, ഷഫർക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിന് മുൻപ് ടിഫിനൊക്കെ ശരിയാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജൊക്കെ അടുപ്പിൽ വെച്ചു, അതുപോലെ കൂർക്ക വേവിക്കാൻ വെച്ചു. എന്നിട്ടൊരു ഗ്ലാസ് ചായ ആയിട്ട് ഇതേ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പാണ്, നല്ല രസമാണ് ഈ സമയത്ത് ബാൽക്കണിയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ചൂട് ചായയും കൂടെ കുടിച്ച് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹരാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിച്ചു, എന്നിട്ട് ബാക്കി പണികളൊക്കെ പോയി തീർത്തു, ഫുഡിൻ്റെ പണികളൊക്കെ തീർത്തു. അതിനുശേഷം വീണ്ടും ഇതേ ഗ്ലാസ് ചായയായിട്ട് വന്നതാണ്. എന്നിട്ട് ഒന്നുകൂടെ കുടിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ചൂടുള്ള ചായ അടുപ്പിലിങ്ങനെ നമ്മൾ തിളച്ചിട്ട് ഓഫ് ചെയ്ത പാടെടുത്ത് കുടിക്കുമല്ലേ, അങ്ങനെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലിക്കിടയിൽ പഠിക്കുന്നതിനിടയിലൊക്കെ ആകുമ്പം എനിക്ക് ഭയങ്കര റിഫ്രഷ്മെൻ്റൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി വെച്ചപ്പോൾ ഷഫക്ക് ഫുഡ് എന്ന് പറയുന്നത് ഉപ്പേരി, അതുപോലെ ഈ കൂർക്ക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപ്പേരി, അങ്ങനത്തെ സംഭവങ്ങൾ, ജ്യൂസസൊക്കെയാണ് ഷഫക്ക് കൊണ്ടുപോകാം അന്നത്തെ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൂരിയും അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി. ഷഫക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയതായിരുന്നു. ഡ്രസ്സൊക്കെ മാറി ഞാനിത് വണ്ടിയിലെ കീയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്, കാരണം മക്കളെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദം എന്തായാലും നേരത്തെ എണീക്കും, ഞാൻ പോകുമ്പോഴേക്കും ആദം എണീക്കും. അപ്പം ഞാൻ ഷഫക്കിനെ ആക്കി റോഡിലാക്കി കൊടുത്തു. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ബുക്ക് എടുത്തിട്ടിരുന്നു. എപ്പോഴും ഷെഫുകളുള്ള സമയത്ത് അങ്ങനെ തന്നെയാണ്. ഷെഫക്കിനെ ഒരു 6:30 ആകുമ്പോൾ ഷെഫൊക്കെ പോവും. അപ്പം പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ വന്ന് ഒരു 7 വരെ 1 അവർ പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് പോകുന്നത്, കുട്ടികളുടെ യൂണിഫോം അയൺ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ICDSൻ്റെ ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ സോഷ്യോളജിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, സോഷ്യൽ വർക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എഴുതി. അതിനുശേഷം പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റിലെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം തന്നെ നമുക്ക് എടുത്തിരുന്ന കുറച്ച് ഭാഗങ്ങൾ റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മക്കളെ പറഞ്ഞയച്ചു കേട്ടോ. മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചു. അവർ പോയതിന് ശേഷം പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയി. കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഞാനൊന്ന് ഫ്രീ ആയിരുന്നു. കുറച്ച് റീൽസ് അതുപോലെ തന്നെ ഷോർട്സൊക്കെ ഇരുന്ന് കണ്ടു. ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിയും തമാശയും അതുപോലത്തെ വീഡിയോസൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുടെ വീഡിയോസ് ഉണ്ട്. ഞാൻ അതിൽ അവരുടെ നല്ല വീഡിയോസ്, അവരുടെ ഷോർട്സൊക്കെ മാത്രമായിട്ട് ഇരുന്ന് കാണാം. അങ്ങനെ എല്ലാം ഇരുന്ന് കാണാറൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് ICDSൻ്റെ നമ്മുടെ തൊഴിൽ വീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം അതൊന്ന് ചെയ്ത് നോക്കി. അതിൽ ആൻസേഴ്സ് ഉണ്ടാവും. പക്ഷെ അത് നോക്കാതെ നമ്മൾ ആദ്യം അറിയുമെന്ന്, നമുക്ക് എത്രത്തോളം അറിയുന്നുണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഞാൻ ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ അടയാളപ്പെടുത്തി വെക്കും. അറിയുന്നതാണെങ്കിൽ ചെയ്യും, അറിയാത്തതാണെങ്കിൽ വിട്ടു വെക്കും. ഡൗട്ട്സൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു എന്താ പറയുക ചെയ്ത് വെക്കും, കാരണം ആണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിത് ആ ആൻസേഴ്സൊക്കെ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്തതെല്ലാം കറക്റ്റാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ MCQ BYQ നോട്ടുണ്ട്, അതിലോട്ട് എഴുതിയെടുക്കും. അതാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 3 ദിവസത്തേക്ക് പഠനമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് 11, 12, 13 തീയതികളിലായിട്ട് KLF നടക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമാണ്. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ നമുക്കതിന് പോകാനുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്നതാണ്. അപ്പോൾ അതിന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ളതുമൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ആ 3 ദിവസം പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ നേരത്തെ പഠിച്ച് തീർക്കാം, അല്ലെങ്കിൽ ക്ലാസ് കണ്ട് തീർക്കാം. അവരുടെ ആപ്പിൽ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും ICDSൻ്റെ. അപ്പം ഒന്നുകിൽ അത് കണ്ട് തീർക്കണം, അല്ല എന്നുണ്ടെങ്കിൽ രാത്രി വന്നതിന് ശേഷം തലവേദന ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കാണാനിരിക്കും കേട്ടോ. കാരണം എനിക്ക് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തലവേദന. അതായത് ദൂരയാത്ര ഒന്നും പോകണമെന്നില്ല, ഒന്ന് ടൗണിലോ പോയി വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര തലവേദന തുടങ്ങും.
അപ്പോൾ രാവിലെ പോയിട്ട് രാത്രി വരുന്നൊരു പ്രോഗ്രാമിന് എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാമല്ലോ. എന്നാലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു തീർക്കും, അല്ലെങ്കിൽ നമുക്ക് മൺഡേ തൊട്ടിട്ട് കാണാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എന്തായാലും ഉള്ളതൊക്കെ വേഗം വേഗം തീർക്കണം എന്നുള്ളൊരു ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് തീർത്തു. അതിനുശേഷം പിന്നെ ഞാനൊന്ന് പോയി കുളിച്ചു, ഫ്രഷായി. എന്നിട്ട് പിന്നെ 7th മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കേട്ടോ. അപ്പോൾ അത് തുജാന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മാത്സ് അവൾ USS എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് എനിക്ക് അവൾ മണി മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുൻപ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് തറാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തതാണ്. കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി അതിൽ കണക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ഓക്കെ ആയിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒരു പേപ്പറും അവളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് ഇരുന്നതാണ്. അപ്പം അവൾ വരുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റാക്കി കൊടുക്കണം. എന്നിട്ട് വരുമ്പോഴേക്കും ഞാൻ സെറ്റാക്കിയിട്ട് അവൾക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് പറഞ്ഞു കൊടുക്കണം വൈകുന്നേരം. ഓക്കെ, മാത്സിലും ഞാനിപ്പം പുലിയൊന്നുമല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാതെ ആദ്യത്തേതിനേക്കാളൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയായിരുന്നല്ലോ ആദ്യത്തെ ഒരു മാത്സിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ക എന്താ പറയുക 0-ൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ 50% ഒക്കെ ഓക്കെയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കേട്ടോ. അതിനപ്പുറത്തോട്ടൊന്നും ആയിട്ടില്ല. കുട്ടികൾ SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ എനിക്ക് ചെയ്യാനും ഏകദേശം കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനും അതുപോലെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഓക്കെയാണ് ഞാനിപ്പം. പക്ഷേ നമുക്ക് SCERT ലെവൽ മാത്രം നോക്കിയാൽ പോരല്ലോ, അതിനപ്പുറത്തോട്ടേക്ക് പോവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട്. അത് മെല്ലെ മെല്ലെ ആവും, നമ്മൾ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ സെറ്റാക്കും എന്നുള്ളതാണ്. ഇതിനൊക്കെ ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവർ സ്കൂളിൽ വരുമ്പോഴേക്കും ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം അവർക്ക് 5 മണിക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ എത്താൻ തന്നെ 4:45-5 മണിയാവും. അത് സാധാരണ ഡേയ്സ്. പിന്നെ കരാട്ടെ USSൻ്റെ ക്ലാസ്, തുജാന് USSൻ്റെ ക്ലാസ്സുള്ളതുകൊണ്ട് അവൾ 5:30 ആവും എത്താനും. പിന്നെ കരാട്ടെ ക്ലാസ്സുള്ള ദിവസം അതേപോലെ 5:45 ആവട്ടോ. അപ്പോൾ അവർ വന്ന് ചായ കുടിച്ച് റെസ്റ്റ് എടുക്കാൻ പോലും സമയം ഉണ്ടാവില്ല. നേരെ ഡ്രസ്സ് മാറ്റി ചായയും കുടിച്ച് അവർ പോവും. അതിനുശേഷം ഞാൻ നമ്മുടെ മാജിദ് ഹുസൈൻ്റെ ജിയോഗ്രഫി എടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പോർഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ദിശ പബ്ലിക്കേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ജിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ച ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കി. അതിനുശേഷം പിന്നെന്താ നമ്മൾ ചെയ്തത്, പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചാൽ മാത്സ് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. പിന്നെ പാത്തുവിൻ്റെ ഹോംവർക്ക് പിന്നെ ഞാൻ ഇരുത്തി ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആദമിൻ്റെ പിന്നാലെയാണ് നടക്കേണ്ടത്. അപ്പം ഞാൻ ഇതൂടെ കൂടെ നമ്മുടെ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കുകയാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ കുട്ടികളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.